ഗായ്സ് നമ്മളിപ്പോൾ ഉളവാട്ടൂർ ടെമ്പിൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മൊത്തം മങ്കീസാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ടെമ്പിളിലാണായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ മങ്കീസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രൈവർ പറഞ്ഞത് ഇവിടെ ഫുൾ ക്ലെവർ മങ്കീസ് എന്നാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കണ്ണാടി, കൂളിംഗ് ഗ്ലാസ്, ബാഗ്, ഫോൺ അതുപോലെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം വണ്ടിക്കകത്ത് വെച്ചിട്ട് വേണം വരാൻ. ഗായ്സ്, പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. ഒരു മങ്കി പെട്ടെന്ന് ചാടി വന്നിട്ട് ശശിയപ്പൂപ്പൻ്റെ കണ്ണാടി തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ എല്ലാവരും പേടിച്ച് പോയി കേട്ടോ. കാരണം ആ കുരങ്ങന് ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അതങ്ങ് വന്ന് ചാടി എടുത്തോണ്ട് പോയി. ഭാഗ്യത്തിന് വേറൊന്നും ഉണ്ടായില്ല. കണ്ണാടി ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയേ ഉള്ളൂ. കണ്ണിനൊന്നും സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമ്മളിവിടെ 4 മണി 5 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് ഇവിടെ സന്ധ്യയായിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി അമ്പലത്തിലോട്ട് പോവാണ്. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ കയറിക്കൊണ്ടിരിക്കുവാണ്. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. എല്ലാവരും അവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഉളവാട്ടൂർ ടെമ്പിളിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ഉണ്ട്. കെച്ചക് ഡാൻസ് എന്നാണ് പേര്. നമ്മൾ അത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോവാണ് കേട്ടോ. ഒരു വലിയ ക്ലിഫിൻ്റെ മുകളിലാണ് കേട്ടോ ഈ അമ്പലം. ഫ്രണ്ട്സ്, പിന്നെ ഈ കെച്ചക് ഡാൻസ് 2 ടൈമിങ്ങിലാണ് കേട്ടോ ഉള്ളത്. ഒന്ന് 4 തൊട്ട് 5 വരെ, പിന്നെ ഒന്ന് 6 തൊട്ട് 7 വരെയാണ് കേട്ടോ. അപ്പം നമ്മളോട് പറഞ്ഞത് 6 തൊട്ട് 7 വരെയാണ്. ഇരുട്ടുള്ളപ്പോഴാണ് ഈ കെച്ചക് ഡാൻസ് കാണാൻ കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിങ് എടുത്തത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കെച്ചക് ഡാൻസ് കാണാനാണ് കേട്ടോ. അത് ഇവിടെ ഈ ബാലിനീസിൻ്റെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരുന്നു. ഈ ഒരു സർക്കിൾ നടുഭാഗത്താണ് ഇവർ കെച്ചക് ഡാൻസ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഈ കെച്ചക് ഡാൻസ് എന്ന് പറയുന്നത് രാമായണ കഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ രാമായണത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും ഈ കെച്ചക് ഡാൻസിൽ ഇവരെ കാണിക്കുന്നു. My name is Wayan and I will be your host this evening. Om Swastiastu. Assalamualaikum warahmatullahi wabarakatuh. Selamat malam Bapak Ibu, Saudara, adik semuanya. Selamat datang di objek wisata kawasan luar Pura Uluwatu. It is not accompanying with music or orchestra like any other dance, but the dance are back and surrounded by at least 50 bare-breasted men. Bare-breasted men who yelling and chanting the word chak 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 during the show. That's why we call it Kecak dance. The story we will perform in this Kecak dance is taken from one of the great Hindu holy epic named Ramayana. Named Ramayana, which basically telling us if good spirit in the story represented by Prince Rama and overcome bad represented by the wicked giant King Rahwana, and how the struggle of Prince Rama to defeat King Rahwana and meet his beautiful devoted wife Dewi Sinta will be the conclusion of our show this evening. So, ladies and gentlemen, for more info about the dance, please kindly check the synopsis has been provided. ഫ്രണ്ട്സ്, നമ്മുടെ കെച്ചക് ഡാൻസ് അപ്പോൾ ഇവർ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ കെച്ചക് ഡാൻസിന് പ്രത്യേക മ്യൂസിക് ഒന്നുമില്ല. ഇവർ വാഗണ്ണുണ്ടാക്കുന്ന പലതരത്തിലുള്ള ശബ്ദമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കെച്ചക് ഡാൻസ് രാമായണ കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഡാൻസ് ഫോമാണ്. രാമായണത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും തന്നെ ഇതിലുണ്ട്. രാമായണ കഥയിലെ രംഗങ്ങളായ മാരീചൻ സ്വർണ്ണമാന്റെ വേഷത്തിൽ വരുന്നതും രാവണൻ വേഷന്മാറി വന്ന് സീതയെ അപഹരിക്കുന്നതും ജടായുവിനെ വധിക്കുന്നതും
അതുപോലെ തന്നെ ഹനുമാന്റെ ലങ്കാദഹനം. പിന്നീട് സുഗ്രീവന്റെയും ഹനുമാന്റെയും ജാംബവാന്റെയും സഹായത്തോടു കൂടി രാമൻ സീതയെ രക്ഷിക്കുന്നതാണ് ഈ ഡാൻസ് ഫോമിലുള്ളത്. അപ്പം ഈ ഡാൻസ് കളിക്കുന്നവർ ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ടാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സൗണ്ടിനെ അനുസരിച്ചാണ് ഇതിന് കെച്ചക് ഡാൻസ് എന്ന് പേര് വരാനായിട്ട് കാരണം. ഇപ്പൊ ഈ സമയത്താണ് ഈ ഡാൻസ് കാണാൻ ശരിക്കും നല്ല ഭംഗി. കാരണം ഇരുട്ടായതുകൊണ്ട് തീരെയൊക്കെ വെളിച്ചത്തിലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പൊ സീതയും രാമനുമാണ് കേട്ടോ ഇപ്പൊ ഈ കടന്നു വരുന്നത്. ഇനി കുറച്ച് സമയം ഇവരുടെ നൃത്തം നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രണ്ട്സ്, ഇപ്പോൾ കടന്നു വരുന്ന ലക്ഷ്മണനാണ് കേട്ടോ ആ യെല്ലോ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. അമ്പും വില്ലും എല്ലാം കയ്യിലുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വർണ്ണമാന്റെ വേഷം മാരീചനെ രാമൻ പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ മഞ്ഞ നിറത്തിലുള്ളത് സ്വർണ്ണമാന്റെ വേഷം ധരിച്ച മാരീചനാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ കാണുന്നത് ലക്ഷ്മണൻ സീതയെ ലക്ഷ്മണ രേഖ വരച്ച് സുരക്ഷിതയായി ഇരുത്തിയതിനു ശേഷം സ്വർണ്ണമാന്യം പിടിക്കാനായി കാട്ടിലേക്ക് പോയ രാമനെ അന്വേഷിച്ച് പോകുന്നതാണ്. അപ്പൊ ഈ ലക്ഷ്മണ രേഖ വരയ്ക്കുന്നതാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നടുക്ക് സീതാദേവി ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ രാവണനാണ് ഭയങ്കര റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. അപ്പൊ രാവണൻ സീതയെ അപഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ രംഗം കേട്ടോ. രാവണൻ ആ ലക്ഷ്മണരേഖയ്ക്ക് ചുറ്റും നടക്കുകയാണ്. പക്ഷെ ലക്ഷ്മണരേഖ വരച്ചിരിക്കുന്നതുകൊണ്ട് രാവണന് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. പിന്നെ രാവണൻ തോറ്റ് പിന്മാറുന്നതാണ് ഈ രംഗം. രാവണൻ ഇപ്പൊ വേഷം മാറി പിന്നെയും മുനിയുടെ രൂപത്തിൽ വരുന്നതാണ് ഈ രംഗം. നമ്മളിതെല്ലാം രാമായണത്തിൽ വായിച്ചിട്ടുള്ളതല്ലേ, അത് ഇവിടെ ഇവർ അവതരിപ്പിക്കുകയാണ്.
ഭയങ്കര അത്ഭുതമായി പോയി കേട്ടോ. ഞങ്ങൾ ഇന്തോനേഷ്യയിൽ വന്നിട്ട് രാമായണം ഫുൾ ഇവർ അവതരിപ്പിച്ച് കാണിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ ഭയങ്കര വണ്ടറായി പോയി. ഇപ്പൊ രാവണൻ ദാഹിക്കുന്നുണ്ട്. വെള്ളം തരാൻ വേണ്ടിയാണ് സീതയോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ സീത ലക്ഷ്മണരേഖ മറികടന്ന് വെള്ളവുമായി രാവണന്റെ അടുത്തോട്ട് വരുവാണ്. അപ്പതേ രാവണൻ സീതയെ കൊണ്ടുപോയി. ഇതിപ്പോ ജഡായു ആണ് കേട്ടോ ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. നമ്മൾ ജഡായുവിനെ കുറിച്ച് രാമായണത്തിൽ കേട്ടിട്ടില്ലേ? അപ്പൊ ജഡായു രാവണനിൽ നിന്നും സീതയെ രക്ഷിക്കാൻ നോക്കുവാണ് കേട്ടോ ഇപ്പം. പക്ഷെ രാവണൻ ജഡായുവിനെ തോൽപ്പിച്ച് ജഡായുവിന്റെ ഒരു ചിറക് മുറിച്ചു കളയുകയാണ് ചെയ്തത്. രാവണൻ ഇപ്പൊ സീതയെ ലങ്കയിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങളത് കണ്ടു ഒരു വെളുത്ത രൂപത്തിൽ ഒരാൾ അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് ആരാന്ന് മനസ്സിലായോ? അത് ഹനുമാനാണ് കേട്ടോ. അപ്പൊ ഹനുമാൻ ലങ്കയിൽ എത്തിയിരിക്കുകയാണ് സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഹനുമാനാണെങ്കിൽ ഇതേ ഇവിടെ കാണാൻ നിൽക്കുന്ന ഓഡിയൻസിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ഓടി പോകുന്നുണ്ട്.
നമ്മളെ മുടിയേറ്റൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ കൂളി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇങ്ങനെ പോകുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഹനുമാനം കാണിക്കുന്നത്. ഹനുമാനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഹനുമാന്റെ ചുറ്റും ഇവിടെ തീയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ദേ അവര് ഹനുമാന്റെ ചുറ്റിനും തീ കത്തിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് രാത്രി ആയതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പൊ ഹനുമാനൊക്കെ ഇട്ടെല്ലാം അയച്ചിട്ട് തീയെല്ലാം തട്ടിക്കളയുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഹനുമാന്റെ ലങ്കാദഹനാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്നത്.
ഫ്രണ്ട്സ്, ഇതിപ്പോ സുഗ്രീവനും ജാമ്പവാനുമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. Raja Sugriwa. ഇപ്പൊ രാവണനും സുഗ്രീവനും ഹനുമാനും ഒക്കെ കൂടെയുള്ള യുദ്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഹനുമാൻ രാവണന്റെ കിരീടം തട്ടിപ്പറിക്കുവാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഹനുമാന്റെ കയ്യിലിരിക്കുന്നത് രാവണന്റെ കിരീടാണ്. ശ്രീരാമനാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ലക്ഷ്മണനും കൂടെയുണ്ട്. അപ്പൊ ശ്രീരാമൻ രാവണനെ വധിച്ചതിനു ശേഷം സീതയെ രക്ഷിക്കുന്നതാണ് അവസാനത്തെ രംഗം. അപ്പൊ ഈ കെച്ചക് ഡാൻസിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്യുന്നില്ല. ഇവര് വാഗൊണ്ടുണ്ടാക്കുന്ന സൗണ്ട് മാത്രമാണ് കേട്ടോ ഫ്രണ്ട്സ്. സീതയെ രക്ഷിച്ചതിന് ശേഷം ഈ കെച്ചക് ഡാൻസിലെ അഥവാ രാമായണത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ നിന്ന് തൊഴിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെച്ചക് ഡാൻസിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.